ഹോസാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനെ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനെ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം, നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ ഒത്തിരിയേറെ വേദനിച്ച ദൈവം, എങ്ങനെയും എൻ്റെ പ്രിയ മക്കളെ എന്നോട് കൂടെ ചേർക്കണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഈ തിരുമണിക്കൂറിൽ നമ്മൾ വിലയിരുത്തുന്നത്. കർത്താവ് എപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ കരുണ വർഷിക്കുന്നു. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. വീണ്ടും അവൻ ശിഷ്യരോട് അരുൾ ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരിയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്ര മാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. പ്രിയമുള്ളവരെ, ഈ തിരുവചനങ്ങളിൽ
നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവമാണ് അവനെല്ലാം. അവൻ ആരെയും ഉപേക്ഷിക്കുന്നില്ല, ആരെയും തള്ളിക്കളയുന്നില്ല. വയലിലെ ലിലികളെപ്പോലും അതുപോലെ അണിയിച്ചൊരുക്കുന്ന ആ ദൈവത്തിന് മനുഷ്യരായ നമ്മളെ എത്രയധികം അണിയിച്ചൊരുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് നോക്കുക. അവയ്ക്കെല്ലാം എന്താണോ ആവശ്യം അതെല്ലാം പ്രദാനം ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഊണിലും ഉറക്കത്തിലുമെല്ലാം അവിടുത്തെ ശ്രദ്ധ പതിക്കുന്നുണ്ട്. പലപ്പോഴും അത് തിരിച്ചറിയാതെ നമ്മൾ പിതാവിൻ്റെ ആ സ്നേഹം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് വേദനകൾ കടന്നു വരിക. അതേസമയം ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ പിതാവിൻ്റെ ആ വലിയ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തിനേയും ഒത്തിരിയേറെ ധൈര്യത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുക്കുവാൻ അവന് സാധിക്കും. കാരണം അവൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ വചനത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ദൈവപരിപാലനയിൽ ആശ്രയം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്നാണ് ഈ തിരുവചനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ധൈര്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം കടന്നു വന്നാലും അതെല്ലാം നിസ്സാരമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവമാണ് അവൻ്റെ സർവസ്വവും. ദൈവത്തിലെ ആണ് അവൻ പൂർണ്ണമായി ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളെ ഞാൻ പരിപാലിക്കാം. ദൈവത്തിൻ്റെ ആ പരിപാലന നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ്. നമ്മുടെ ഭാവിയല്ല, മറിച്ച് പൂർണ്ണമായും ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ വിട്ടു നൽകുക. പലപ്പോഴും നമ്മൾ ദൈവത്തിനായി വിട്ടു നൽകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളായിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും നമ്മൾ വിട്ടു നൽകുക. അതേസമയം നമുക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന കാര്യങ്ങളുണ്ട്, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. അതൊന്നും കർത്താവിന് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ വേദനകളാണ്, നമ്മുടെ പോരായ്മകളാണ്, കുറവുകളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സമർപ്പിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. പ്രിയമുള്ളവരെ, പക്ഷേ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടു നൽകുവാനാണ്. നിന്റെ സന്തോഷത്തിലും ക്ലേശങ്ങളിലുമെല്ലാം കർത്താവിനായിട്ട് നിന്നെ വിട്ടു നൽകുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുക. നമ്മുടെ സങ്കടങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങളിലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പൂർണ്ണമായ ഒരു വിട്ടു നൽകലാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ് ശനിയാഴ്ച. പരിശുദ്ധ കന്യകാമറിയം എപ്രകാരമായിരുന്നു തന്നെ പൂർണ്ണമായി ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു നൽകിയത്? വെറുമൊരു കന്യകയായിരുന്ന അവസ്ഥയിൽ ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കന്യകയുടെ അടുത്തിലേക്കാണ് ദൈവദൂതൻ അയക്കപ്പെട്ടത്. ആ ദൂതൻ പറഞ്ഞ പല കാര്യങ്ങളും അവൾക്ക് ഗ്രഹിക്കുവാൻ പോലും സാധിച്ചില്ല. എന്താണ് പറയുന്നതെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾക്കറിയാം ദൈവമാണ് ആ ദൂതനെ അവളുടെ അടുക്കലേക്ക് അയച്ചതെന്ന്. ആ ഒരു അറിവ് മാത്രമേ ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നുള്ളൂ. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൂതൻ ഇതാ തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കേട്ടിട്ട് പോലുമില്ലാത്തൊരു സംഭവമാണ്. ഇതാ ഒരു കന്യക, അതും പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പോകുന്നു. അതുവരെ ആരും തന്നെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം. അങ്ങനെ ഒരു സംഭവം ഇതാ ദൂതനാൽ അറിയിക്കപ്പെടുമ്പോൾ എത്രമാത്രം ഭയന്ന് വിറച്ചിരിക്കാം പരിശുദ്ധ കന്യകാമറിയം. എങ്കിലും ധൈര്യം സംഭരിച്ച് അവസാനം അവൾ പറയുന്നത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി,
നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ്. താൻ ഈ പറയുന്നതിലൂടെ എന്താണ് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പോലും അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. അവിടെ ഈ ഒരു പൂർണ്ണമായ സമർപ്പണ പൈസ നിഹാമറിയ നടത്തുമ്പോൾ അവൾക്കറിയില്ലായിരുന്നു എപ്രകാരമാണ് എന്നെ സമൂഹം സ്വീകരിക്കാൻ പോകുന്നത്. ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു ആളുകൂടിയാണ് താൻ. തന്നെ എപ്രകാരമായിരിക്കും തൻ്റെ ഭർത്താവായി തീരാൻ പോകുന്ന ജോസഫ് കാണുന്നത്. ജോസഫ് എന്നെ സ്വീകരിക്കുമോ അതോ എന്നെ ഉപേക്ഷിക്കുമോ, മറ്റുള്ളവർ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമോ? അങ്ങനെ ഒത്തിരിയേറെ ചിന്തകൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെയെല്ലാം തൻ്റെ വേദനകളും ഭയങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ചെയ്തത് ഒരു സമ്പൂർണമായ സമർപ്പണമായിരുന്നു. അത് അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറി. കർത്താവ് വഴി നടത്തി. അവളുടെ ജീവിതത്തിൽ പിന്നീട് ഒത്തിരിയേറെ ഓട്ടങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു ഓട്ടപ്രദക്ഷിണം, ഒരിടത്തും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ. എന്നിട്ട് ആ കുഞ്ഞിന് ജന്മം നൽകുവാൻ നല്ലൊരു സ്ഥലം പോലും ലഭിക്കാത്ത അവസ്ഥ. കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷവും ഈജിപ്തിലേക്കുള്ള പലായനം, അങ്ങനെ പലതരത്തിലും അസ്വസ്ഥതകൾ മാത്രമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരിക്കൽ പോലും പരാതി പറയുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ തിരുഹിതമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ വളരെ സന്തോഷപൂർവ്വം അതെല്ലാം അവൾ ഏറ്റെടുത്തു. അവൾക്ക് അപമാനമുണ്ടാകുന്ന രീതിയിൽ പലപ്പോഴും ചില വാക്കുകൾ കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് എപ്രകാരമാണ് അത് അവളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ സാധിക്കുക. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇതെല്ലാം ദൈവത്തിൻ്റെ തിരുഹിതമാണെന്ന തിരിച്ചറിവിൽ ആ അമ്മ പ്രവർത്തിച്ചപ്പോൾ കർത്താവ് എല്ലാം വലിയ അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യേകമായൊരു സ്ഥാനം നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവം ചൊരിഞ്ഞ വലിയ കരുണയുടെ നിമിഷങ്ങളാണ് നമുക്കതിൽ കാണുവാൻ സാധിക്കുക. പരിശുദ്ധ കന്യകാമറിയം പിന്നീടും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരിയേറെ വേദനകളാണെന്ന് നമുക്കറിയാം. ഒരമ്മയ്ക്കും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത വിധം ആ അമ്മയുടെ മകനെ മറ്റുള്ളവർ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ, വലിയൊരു കുരിശും വഹിച്ചുകൊണ്ട് ആ അമ്മയുടെ മുമ്പേ കടന്നു പോയപ്പോൾ, ഒരു കുരിശിൽ 3 ആണികളാൽ തൂക്കി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിൽ അതെല്ലാം ക്ഷമയോടെ സഹനങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ അമ്മ കണ്ടു നിന്നപ്പോൾ, പ്രിയമുള്ളവരെ, അതിനെല്ലാം ധൈര്യം പകർന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയം വെച്ചിരുന്നു. ദൈവം വഴി നടത്തും, ദൈവമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം കാണിച്ചു തന്ന ആ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ പഴിക്കാനുള്ള ഒരു ടെൻഡൻസിയല്ലേ പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. കർത്താവേ, ഇതൊന്നും തിരിച്ചറിയാതെ അങ്ങേ ഞാൻ വേദനിപ്പിച്ചു. അങ്ങയുടെ ദൈവപരിപാലനയിൽ എന്നും ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ആ നല്ലവനായ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴെല്ലാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആ നിമിഷങ്ങളിൽ കർത്താവ് അവൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഒരു തിന്മയുടെ ശക്തികൾക്കും നമ്മളെ തൊടുവാൻ സാധിക്കില്ല. ഒരു വേദനകളും നമുക്ക് നൊമ്പരമായിട്ട് മാറില്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഒരു സമ്പൂർണ്ണ സമർപ്പണമായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും.
പരിശുദ്ധ പൂർണ്ണ ഹൃദയത്തോടുകൂടെ തന്നെ വിട്ടു നൽകിയപ്പോൾ അവളുടെ സ്വപ്നങ്ങളെല്ലാം കർത്താവിൻ്റെ ആ കാൽച്ചുവട്ടിലേക്ക് വച്ചു കൊടുത്തപ്പോൾ കർത്താവ് അവളെ ഉയർത്തി. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി പരിശുദ്ധ മാറി. പ്രിയമുള്ളവരെ, നമ്മളും കർത്താവിൽ ആശ്രയം വെച്ചാൽ, കർത്താവിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ചാൽ നമ്മളെയും അതുപോലെ ഉയർത്തുന്നവരാണ് കർത്താവ്. ആ ഒരു വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.